നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ എല്ലാ ചാപ്റ്ററുകളും നോക്കുമ്പോൾ അതിൽ ഒരുപാട് കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ കോൺവെർസേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക, ഇതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. സൂചന, പക്ഷി और दीमक कहानी का ये अंश पढ़े और പ്രശ്ന 14 और 15 के उत्तर लिखे. അപ്പോൾ ഈ ഒരു കഥാംശം വായിച്ചിട്ട് അതിൽ നിന്ന് എന്താണ് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്? കോൺവെർസേഷനെയാണ്. നോക്കണേ. കുച്ച് ദിനോ തക് ऐसा ही चलता रहा. എന്താണ്? കുറേ ദിവസമായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നു. एक दिन उसके पिता ने देख लिया. ഒരു ദിവസം എന്താണ്? അച്ഛൻ കാണുകയും ചെയ്തു. उसने समझाने की कोशिश की. അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. दीमके हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. എന്താണ്? ദീമക് അതായത് ചിതലുകൾ എന്താണ്? നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. അതുകൊണ്ട് എന്താണ്? അതിനു വേണ്ടി നീ നിന്റെ ചിറകുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല, തൂവലുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷി ने बड़े ही गर्व से अपना मुंह दूसरी और कर लिया. എന്താണ്? വളരെയധികം അഹങ്കാരത്തോടു കൂടി മുഖം തിരിച്ചു കളയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, മൂഹ് ദൂസരി ഓർ കർണ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? തിരസ്കാർ കർണ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അടുത്ത നോക്കൂ. കഹാനി के प्रस्तुत प्रसंग के आधार पर पिता पक्षी और नौजवान पक्षी के बीच की बातचीत लिखे. അപ്പൊ ഈ കോൺവെർസേഷൻ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ബാത്ചീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ ആണ്. ബാത്ചീത്ത്. പിന്നെയോ? പിന്നെ എന്താണ്? പിന്നെ ഇവിടെ പറയുന്നുണ്ട് വാർത്താലാപം എന്താണ്? കോൺവെർസേഷൻ ആണ്. അപ്പൊ ബാത്ചീത്തും വാർത്താലാപം ഒക്കെ എന്താണ്? കോൺവെർസേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. പിതാ, ബേട്ടാ തുമ്നെ ഉസ് ഗാഡി വാലെ സെ ക്യാ ഖരീദാ. നീ ആ ഗാഡി വാല അതായത് ആ വണ്ടിക്കാരനോട് നീ എന്താണ് വാങ്ങിച്ചത്? പക്ഷി, കുച്ച് നഹി ദോ ദീമകെ. എന്താണ്? ഒന്നുമില്ല, 2 ചിതലുകളെ ഞാൻ വാങ്ങിച്ചു എന്ന് പറയാണ്. പിതാ, ദീമകെ കൈസേ. ദീമകോ അതായത് ചിതലുകളോ എങ്ങനെ വാങ്ങിച്ചു? പക്ഷി, ബാബാ യേ തോ ആസാൻ ഹൈ. അത് വളരെ സിമ്പിൾ ആണ് അച്ഛാ. एक पंख दे तो 2 ദീമകെ മിലേങ്കി. എന്താണ്? ഒരു തൂവല് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 2 ചിതലുകളെ എനിക്ക് കിട്ടും. പിതാ, बेटा दीमके हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. तुम अपना अस्तित्व नष्ट करना चाहते हो. അതായത് പറഞ്ഞു കൊടുക്കുകയാണ്, ദീമക് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല, അതുകൊണ്ട് തന്നെ നീ ആ ഒരു ദീമകങ്ങളെ കിട്ടാനായി, ചിതലുകളെ കിട്ടാനായി നീ നിന്റെ തൂവലുകൾ പറിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് പറയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? നീ നിന്റെ അസ്തിത്വം ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പിതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ ഡയലോഗ് മൊത്തം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് അല്ലേ. ആ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. പക്ഷി, മുझे आपकी ये उपदेश की कोई जरूरत नहीं. എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഉപദേശം ഒന്നും വേണ്ട. मैं इस आदत को छूटना नहीं चाहता. ഞാൻ ഇത് വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടും ഇല്ല. मैं चलता हूँ. ഞാൻ പോവുകയാണ് അല്ലേ. പിതാ, ठीक है जाओ. പോയിക്കോ. मेरी बात को नकारने का फल जरूर तुम्हें मिलेगा. എന്താണ്? എന്റെ വാക്ക് കേൾക്കാത്തതിന്റെ ഫലം നിനക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ആര് പറയാണ്? അച്ഛൻ പറയാണ്. പക്ഷി ഗർവ് സേ ഉഡ് ജാതാ ഹൈ. പക്ഷി എന്താണ്? വളരെ അഹങ്കാരത്തോടു കൂടി പറന്നു പോവുകയാണ്. പിതാ അപ്നെ ബേटे की हालत पर निराशा होकर बैठते हैं. അച്ഛൻ എന്താണ് ചെയ്യുന്നത്? തന്റെ മകന്റെ സ്ഥിതി ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്? വിഷമിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇതാണ് പക്ഷി ഓർ ദീമക് എന്ന കഹാനിയിലെ, മുക്തിബോധിന്റെ കഹാനിയിലെ എന്തൊരു കോൺവെർസേഷൻ അല്ലെ. വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഗാഡിവാലയും അതുപോലെ തന്നെ ഈ നൗജവാൻ പക്ഷിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അത് നമ്മൾ ഒരുപാട് പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് പറയാഞ്ഞത് കേട്ടോ. അപ്പൊ അടുത്തത് നോക്കൂ. വാർത്താലാപാണ്. ആരൊക്കെ തമ്മിലാണ്? ഗാലിബും ബ്രൗണും തമ്മിൽ. അപ്പൊ ഇത് ഏതായിരുന്നു പാഠം? ഡയറി ആയിരുന്നു. ജിസ് ഗലി മേ രഹ്താ ഹൂ അല്ലെ. മിർസ ഗാലിബും അതുപോലെ തന്നെ കേണൽ ബ്രൗണും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം. ബ്രൗൺ, ആപ് ക്യാ കർത്തെ ഹേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഗാലിബ്, ഉർദു മേ കവിത ലിഖ്താ ഹൂ. ഉർദു ഭാഷയിൽ എന്താണ്? കവിതകൾ എഴുതാണ് ഞാൻ. ബ്രൗൺ, തോ തും പോയറ്റ് ഹോ. നിങ്ങൾ എന്താണ്? നിങ്ങൾ കവിയാണോ എന്ന് ചോദിക്കുകയാണ് ഗാലിബ്. സിർ ഹിലാക്കർ. സിർ ഹിലാക്കർ എന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് പറയാണ്. അതെ. ബ്രൗൺ, ഇൻകോ ഇസ്സത്ത് കെ സാത്ത് വാപ്പസ് ഘർ ചോഡ് ആവോ. എന്താണ്? ഇവരെ മാന്യമായ രീതിയിൽ അല്ലേ, വളരെ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങൾ എന്താണ്? വീട്ടിലേക്ക് തിരിച്ചയക്കൂ എന്ന് പറയുകയാണ്. ഗാലിബ്, സാഹബ്
मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं उन्हें भी रिहा करने की कृपा करें. എന്താണ് പറയുന്നത്? എൻ്റെ കൂടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളുകളും എന്താണ്? നല്ല ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ അവരെ കൂടെ വിട്ടയക്കണമെന്ന് ആര് പറയാണ്? നമ്മുടെ മിർജ ഗാലിബ് റിക്വസ്റ്റ് ചെയ്യാണല്ലേ ആരോട്? ബ്രൗണിനോട്. ബ്രൗൺ ക്യോ ഉൻകോ ഭി കോയി ഖാസിയത്ത് ഹൈ? എന്തിന്? അവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗാലിബ്. യേ ലോഗ് ഭി കവിത കർത്തെ ഥേ. എന്താണ്? അവരും എന്താണ്? കവിത എഴുതും. ബ്രൗൺ ठीक है तुम लोग भी अपना घर जा सकते हो. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാം. ഗാലിബ് ബഹോത് ബഹോത് ശുക്രിയ സാഹബ്. വളരെ വളരെ നന്ദിയുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കോൺവെർസേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമിന്. അപ്പൊ എല്ലാവരും ലൈവ് കൃത്യമായിട്ട് കാണുക. ഓക്കെ ബൈ.